എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ശങ്കറിനെ അടുത്ത് വിളിച്ചിരുത്തിയേക്കുവാണ് മഹാദേവൻ. എന്നിട്ട് പറയണം, ഇന്നത്തോടു കൂടി എന്റെ ജീവിതം തീർന്നു തോന്നുന്നു മോനെ. നാളെ ഞാൻ ജീവിച്ചിരിക്കുമല്ലോ ഒന്നും പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ അങ്ങനെയൊക്കെ പറയണതേ, വേണ്ടാത്ത വർത്താനൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ ഞാൻ എന്ത് പറയാനടാ, നാളെ പോലീസുകാർ ഈ വീട്ടിൽ വരും നിന്റെ അമ്മേനെയും ചേട്ടനെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അങ്ങനെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ജീവിതം ഉണ്ടാവുമോ? ഞാൻ പിന്നെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എൻ്റെ ഇലക്ഷൻ എന്നുള്ള മോഹം അതോടുകൂടി തീരാൻ പോവാ. പത്രത്തിലും ന്യൂസിലും ഒക്കെ വാർത്തകൾ വരും. ഞാൻ വലിയ സാമുദായിക നേതാവുള്ളൂ, സാമുദായിക നേതാവിന്റെ ഭാര്യയും മകനും അറസ്റ്റിൽ നിന്നും പറഞ്ഞുണ്ടോ, അതോ ഗാർഹിക പീഡനത്തില്? പിന്നെ ഞാൻ ഇലക്ഷൻ എന്നിട്ട് വല്ല കാര്യമുണ്ടോ മോനെ? ഞാൻ ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എല്ലാത്തിനും കാരണം നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ ഒറ്റ ഒരുത്തിയാ. അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ല എതിർപ്പും പറഞ്ഞില്ലായിരുന്നല്ലോ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. അവസാനം നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാ ഇപ്പൊ ഈ ഒരു കുടുംബം മൊത്തം ബലിയാടാകാൻ പോകുന്നത്. അതൊരിക്കലും നീ മറക്കരുതെന്ന് പറയാണ്. സാരമില്ല, ഞങ്ങളുടെ ജീവിതമൊക്കെ പോയാലും കുഴപ്പമില്ല. നിനക്ക് നിന്റെ ഭാര്യനെ കിട്ടുമല്ലോ, നിനക്ക് നിന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. അത് തന്നെ നടക്കട്ടെ അല്ലേന്ന് ചോദിക്കുകയാണ്. ശങ്കർ പറഞ്ഞ അങ്ങനെയൊന്നും നടക്കില്ല അച്ഛാ. അമ്മേനെ ഒരു കാരണവശാലും പോലീസ് കൊണ്ടുപോയില്ലെന്ന് പറയുന്നുണ്ട്. അതൊന്നും നീ വിചാരിക്കൂ വേണ്ട മോനെ. അത്ര വല്ല തെളിവുകളിട്ടല്ലേ നിന്റെ ഭാര്യ നിൽക്കുന്നേ. അവൾ മനഃപൂർവ്വം കൊടുക്കാൻ തന്നെ പരിശ്രമിച്ച് മുന്നോട്ടിറങ്ങിയേക്കുക. നമുക്കിനിയിപ്പോൾ ഒരു രക്ഷയില്ല. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ഇനിയിപ്പോൾ കമല തന്നെ പരാതി പിൻവലിക്കണം. പിൻവലിച്ചാൽ മാത്രമേ ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതൊരിക്കലും അവൾ പിൻവലിക്കില്ല. കാരണം പുറകെ ഗൗരിയല്ലേ ഫുൾ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്നേ. ഗൗരി ഉള്ളിടത്തോളം കാലം ഈ കുടുംബം ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയണം. നിന്റെ അമ്മയും ചേട്ടനും ജയിലിലേക്ക് പോകുന്നു പറയാം. ശങ്കറിനോട് കുറെ സമയം ഇങ്ങനെ കുറെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മഹാദേവനെ പറഞ്ഞ് എന്തേലും സംഭവിക്കട്ടെ, ഇനി ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല ആരോടും. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി പോവാണ്. പിന്നീട് ശങ്കർ സങ്കടപ്പെട്ട മുറിയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഗൗരി ചോദിച്ചു, എന്ത് വെച്ച് ശങ്കർ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ, കമലയിടത്തിനെ കുറിച്ച് ആലോചിച്ചാണെന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ലാന്ന് ചോദിക്കുക. പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശങ്കറിന്റെ വിഷമം എന്താന്ന്. ശങ്കർ പറഞ്ഞു, ഇപ്പൊ ശരിക്കും പെട്ടുപോയിക്കും ഞാനാ. ഭാര്യയ്ക്കും വീട്ടുകാർക്കും ഇടയപ്പെട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ഗൗരി. എനിക്ക് ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു വശത്ത് കമലേട്ടത്തി, ഒരു വശത്ത് നീയ, പിന്നെ ഈ വീട്ടുകാര് എല്ലാരും പരാതി പറയുന്ന എന്നോടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം. ഗൗരി പറഞ്ഞു, എനിക്കറിയാം ശങ്കറെ, നിങ്ങളുടെ ഉള്ളിലെ വേദനയും വിഷമം എന്താന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ കമലേടത്തിയെക്കുറിച്ച് ചിന്തിക്കണം. കമലേടത്തിന് ഈ കുടുംബത്തിൽ എല്ലാവരും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അത് മനസ്സിലാക്കാൻ കമലേടത്തിക്ക് അറിയത്തില്ല. പക്ഷെ ഇനി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും ചേറാടിന് മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. അമ്മ ചേറാടിനൊക്കെ കൂടിയിട്ട് ഇനി ഉണ്ടാകുന്ന കുഞ്ഞിനെയും കൂടി ഇല്ലാതാക്കും. ഒരുപക്ഷെ നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായാലും അതിനെ ഇല്ലാതാക്കാൻ ഇവരും മടിക്കില്ല എന്ന് പറയണം. എന്നിട്ട് ശങ്കറിന്റെ മുഖം തെളിഞ്ഞില്ല. എന്തോ ശങ്കറിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്നോട് തുറന്നു പറ. ഒന്നുമില്ല, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് ശങ്കർ അങ്ങോട്ട് പോയി കിടക്കുവാണ്. അപ്പോൾ ഗൗരിക്ക് മനസ്സിലായി ശങ്കറിൻ്റെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ട്. അമ്മേനെ പോലീസ് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ടെൻഷൻ കാണുമായിരിക്കും. എത്രയാന്ന് പറഞ്ഞാലും പെറ്റമ്മയാണല്ലോ. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, തന്നെ പോലെ ഒരു സ്ത്രീയായിരുന്നു കമലെ. അവരുടെ വലിയൊരു കുഞ്ഞുണ്ടായിരുന്നു, താൻ ഒരിക്കലും അവരെ നശിപ്പിക്കരുതായിരുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു കുറ്റബോധം ഇപ്പോഴും തങ്കച്ചിക്ക് ഉണ്ടായിട്ടില്ല. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേണി ഇങ്ങനെ മുറി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ട് വരുന്നത്. ആദർശം എന്ത് പറ്റിയെന്ന് വല്ലാത്തൊരു മൂഡ് ഓഫ് ആണല്ലോ, പതിവിലും പോലെ സംസാരം ഇല്ലല്ലോ എന്ന് പറയണേ. ഒന്നുമില്ലാന്ന് പറയണം. എന്തോ കാര്യമുണ്ട്, എന്നോട് വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയണം. അതെ, വീട്ടിലത്തെ കാര്യം ഓർത്തിട്ടാ പ്രൊഫസറും അമ്മയും പറയുന്നത് ഞാൻ കേട്ടെന്ന് പറയാണ്. എന്ത് പറയുന്ന കേട്ടെന്നാ? നാളെ വീട്ടിൽ പോലീസുകാർ വരും പോലും, എന്നിട്ട് എൻ്റെ അമ്മേനെ കൊണ്ടുപോകുന്നു. അതിനെല്ലാം കാരണക്കാരി ആരാന്നറിയോ? നിങ്ങളുടെ പെങ്ങള് ഗൗരിയാന്ന് പറയണേ. ഗൗരിയോ? ഗൗരി എന്ത് തെറ്റിയെന്നാ പറയണേ? ശേഖരനെതിരെ പരാതി കൊടുത്തിരിക്കുക. അതോടൊപ്പം തന്നെ അമ്മേനെ ശേഖരനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞിട്ട്. പക്ഷെ വേണിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഉപദ്രവിച്ചതിനോട് പരാതി കൊടുത്തു. അപ്പൊ അതിന്റെ പേരിൽ അമ്മേനെയും കൂടെ പോലീസ് കൊണ്ടുവരാൻ വരുന്നു. അത്രേ അറിയത്തുള്ളൂ. വേണി പറഞ്ഞിട്ട്, എനിക്ക് അമ്മയെന്ന് വെച്ച ജീവനാ, അറിയാലോ, എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണം. ആദർശ് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ശേഖരടൻ ശരിയാ നിനക്ക് തോന്നുന്നുണ്ടോ? തെറ്റ് ചെയ്യുന്നതിന് എന്താണ് ശിക്ഷിക്കപ്പെടേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല ആദർശേട്ടാ. ശേഖരടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ സംഭവിച്ചു. പക്ഷെ എൻ്റെ അമ്മേനെ പോലീസുകാർ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സങ്കടമുള്ളൂ. എൻ്റെ അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വേദന വരുവാന്ന് പറയണം.
പാർശ്വം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ എനിക്ക് അമ്മേനെ കാണണം, എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് പോകണമെന്ന് പറയാം. ഇത് എന്ത് വർത്താനം വേണി നീ പറയുന്നത്? ഈ രാത്രിക്ക് പോകാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് വന്ന് കിടന്നേന്ന് പറയണം. വേണ്ട ആദർശേട്ടാ, എനിക്ക് പോയി അവരെ കാണണം, അവരെ കണ്ട് സംസാരിക്കണമെന്ന് പറയാം. എന്നെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനം വരുള്ളൂ എന്ന് പറയാം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പോട്ടെ, നിനക്ക് വീട്ടിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം, നിന്നെ ഞാൻ കൊണ്ടുപോവാം. വേണി കെട്ടിപ്പൊഴിച്ചൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയണം ആദർശിൻ്റെ അടുത്ത്. ആദർശ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേണി അറിഞ്ഞിട്ടില്ല കമലയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയി ഈ അവസ്ഥയൊന്നും വേണിക്ക് അറിയത്തില്ല. ആകപ്പാടെ ഇച്ചിരി കേട്ടത് മാത്രമേ ഉള്ളൂ അവർ സംസാരിക്കുന്നത്. അത് വെച്ചാണ് വേണി ഇങ്ങനെയൊക്കെ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് കാണിക്കുന്നത് ശേഖർ കമലയുടെ അടുത്തേക്ക് എല്ലുമായിരുന്നു. കമല കിടന്നുറങ്ങുമോ, ഒരു ഗ്ലാസ് കാപ്പി കേട്ടാ രാവിലെ ചെല്ലുന്നത്. കാപ്പി കൊണ്ടുവന്നിട്ട് കമലേനെ തട്ടി വിളിക്കുക. കമല കണ്ണു തുറന്നു നോക്കിയപ്പം കാപ്പിയായിട്ട് നിൽക്കുന്ന ശേഖരയെ കാണുന്നത്. ഇത് കുടിക്കും മോളെ, നിന്റെ ആരോഗ്യം വളരെയധികം മോശം. ഇപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തോണ്ടല്ലേ എനിക്കിപ്പോൾ കുറ്റബോധം കൊണ്ട് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അറിയാവോ? കണ്ണടച്ചാൽ നമ്മുടെ കുഞ്ഞിന്റെ മുഖമോ മനസ്സിൽ. ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മോനോ മോളോ ആരും ആയിക്കോട്ടെ ഇല്ലാതെ പോയില്ലേ, അതൊക്കെ ഞാൻ ചെയ്ത പാവമാണ്. ഇനി ഈ പാവങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകിക്കളവെന്ന് എനിക്ക് അറിയത്തില്ല മോളെ. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കുക, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. വിട്ടുകിടപ്പോൾ കമല ഒന്നും മിണ്ടിയില്ല. നീ എന്താ ഇങ്ങനെ പറയാത്തെ, ഒന്നും മിണ്ടാത്തെ? ഇനി നിന്നോട് മാപ്പ് പറയണോ? നിനക്ക് എന്ത് വേണം ഞാൻ ചെയ്തു തരാം. നീ എന്നെ ഒന്നും വിശ്വസിക്കാൻ പറയണം. ഇനിയിപ്പം ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ജീവിതം തന്നെ അങ്ങ് നശിപ്പിച്ചേക്കാം, ഞാൻ സ്വയം ഇല്ലാതായേക്കേക്കാം. അന്നെങ്കിലെങ്കിലും നിനക്ക് എന്നെ വിശ്വാസം വരുമല്ലോ. നീ ഇപ്പം മനസ്സ് വിചാരിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. അടുത്ത കാബഡിയുമായിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നല്ലേ? അങ്ങനെയൊന്നുമല്ല, ഇത് ആത്മാർത്ഥമായിട്ടാണ് ഈ ശേഖർ പറയണേ. ശേഖറിന് നിനക്ക് മനസ്സിലായിട്ടില്ല, പണ്ടത്തെ ശേഖരേ അല്ല. ഇപ്പം എൻ്റെ കണ്ണ് തുറന്നു, എൻ്റെ മനസ്സും തുറന്നു എന്ന് പറയണം. നീ പാവമാണ്, നീ ഒരു തെറ്റും ചെയ്യില്ല, പക്ഷെ നിന്നെ ഇത്രമാത്രം ദ്രോഹിക്കാൻ പാടില്ലായിരുന്നൊക്കെ ശേഖർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമലയുടെ മനസ്സിൽ പതുക്കെ പതുക്കെ ഓരോ കുറ്റബോധം തോന്നി തുടങ്ങി. താൻ കേസൊന്ന് കൊടുക്കണ്ടായിരുന്നു. ശേഖരന് ഇപ്പം മനസ്താപമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. ഈ സമയത്താണ് ഗൗരി കമലയ്ക്കുള്ള ഫുഡുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ശേഖരനെ കണ്ടപ്പോൾ ഒരു നിമിഷം ഗൗരി അവിടെ നിന്നു. പിന്നീട് ഗൗരിയെ കണ്ട ഉടനെ ശേഖർ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. ചോദിച്ചു, എങ്ങനെയുണ്ട് കമലടുത്ത്? ക്ഷീണങ്ങളൊക്കെ കുറഞ്ഞു. കുറഞ്ഞു മോളേന്ന് പറയണം. അല്ല, എന്തിനാ ശേഖരേട്ടന് ഇവിടെ നിന്ന് കാപ്പിയൊക്കെ ആയിട്ടാണല്ലോ വന്നത്? എനിക്കൊരു കാര്യം മനസ്സിലായി, കമലടുത്തിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വന്നേക്കുന്ന. കമലടുത്തി, ഇത് വീണു പോകരുത്. ശേഖരേട്ടൻ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ നാടകമാ. നാളെ ശേഖരേട്ടൻ ഈ പരാതി പിൻവലിച്ചു കഴിയുമ്പോഴത്തേനും ശരിക്കുള്ള മുഖം കാണിക്കും. പിന്നെ കമലടുത്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. ഇല്ല ഗൗരി, ശേഖരന് ഒത്തിരി മാറ്റം വന്ന പോലെ എനിക്ക് തോന്നിയ പഴയ ശേഖരേട്ടനല്ല, സംസാരത്തിലും അറിയാം, അല്ലാതെ എല്ലാം കൊണ്ടും എനിക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. ശേഖരേട്ടൻ പറഞ്ഞെങ്ങനെയാട്ടെ, ഗൗരിയും ശങ്കറും എങ്ങനെ ജീവിക്കുന്നോ അങ്ങനെ വേണം നമുക്കും ജീവിക്കാനെന്ന് എന്നോട് പറഞ്ഞ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആത്മാർത്ഥ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. കമല പറഞ്ഞു, അതൊന്നും വിശ്വസിക്കരുത് കമലടുത്തി. കമലടുത്തിനെ പൊട്ടിയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവർ കമലടുത്തി മനഃപൂർവ്വം ചതിച്ചുകൊണ്ടിരിക്കുക. ആ കുഴിയിൽ ചെന്ന് വീഴില്ല. ഈ കേസൊന്ന് പിൻവലിക്കാൻ വേണ്ടാ ശേഖരേട്ടൻ ഇങ്ങനത്തെ പ്ലാനുകളും പദ്ധതികളുമായിട്ട് ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കരുതെന്ന് പറയാണ്. ശേഖരേട്ടനെതിരെയുള്ള ആ പരാതി ഒരു കാരണവശാലും പിൻവലിക്കല്. കമലടുത്തി സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ ഇവിടെ കമലടുത്തി മാത്രമല്ല ഞാനും കൂടെ തോറ്റു പോകുമെന്ന് പറയാണ്. ഇങ്ങനെ കമലേനെ ബോൾഡാക്കിയിട്ട് ഗൗരി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുകയാണ്, താഴെ ഹാളിലിരുന്ന് വലിയ വായിലിരുന്ന് പൊട്ടിക്കരയുവാണ് തങ്കച്ചി. കൂടെ മുത്തശ്ശി മഹാദേവനും ശേഖറൊക്കെ ഉണ്ട്. തങ്കച്ചി വേണം, നാളെ പോലീസുകാരെന്നെ വന്ന് കൊണ്ടുപോയിട്ട് ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. നാണക്കേടുമായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലും കടുകേ ചെയ്യുള്ളൂ. എല്ലാവരും സന്തോഷിച്ചോ, എന്നെക്കൊണ്ടുള്ള ശല്യം ഇതോട് തീരുവന്നിടാം. പെട്ടെന്ന് മഹാദേവൻ, നീ എന്തൊക്കെ തങ്കച്ചി പറഞ്ഞു? നിനക്ക് വല്ല ബോധമുണ്ടോ? നിന്നെ ആര് കൊണ്ടുപോകുന്നു? നിന്നെ ഒരു പോലീസുകാരും കൊണ്ടുപോകത്തില്ല, ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് എന്താണ് സംഭവിക്കില്ല എന്ന് പറയണം. കമൽ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷേ അറിയാലോ, അവൾ ഒറ്റ എഴുത്ത് കാണും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയണം. ഈ സമയത്ത് ശങ്കർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ശങ്കറെ കണ്ട ഉടനെ ഗൗരി ഓടിച്ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ഗൗരിയല്ല സോറി, തങ്കച്ചി ഓടിച്ചെല്ലുവാണ്. എന്നിട്ട് പറയണം, എൻ്റെ മോനെ, നിനക്കറിയാലോ ഞാൻ തെറ്റും ചെയ്യത്തില്ല, എന്നിട്ട് പോലും നിന്റെ ഗൗരി എന്നെ വെറുതെ വിട്ടിട്ടില്ല. നാളെ പോലീസുകാർ വരും, പോലീസുകാർ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ നിനക്ക് നിന്റെ അമ്മേനെ ഒരിക്കലും കാണാൻ പറ്റില്ല. നിനക്ക് അതാ ഇഷ്ടമെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇപ്പം ഞാനില്ലാതായാലും നിനക്ക് നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അത് മതിയല്ലോ. അതാണല്ലോ നീ മനസ്സിൽ ആഗ്രഹിക്കുന്നു. ഈ അമ്മയുടെ നാശമാണല്ലോ, അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നീ 10 മാസം നിന്നെ വയറ്റി ചുമന്ന് നിന്നെ ഇത്ര വളർത്തിയാന്നുള്ള പരിഗണന നീ എനിക്ക് തരണ്ട. ഒരു വെറുതെക്കാരിയാണെ പോലും ഇങ്ങനെ ആരും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കറിന്റെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് തങ്കച്ചി ശ്രമിക്കുന്നുണ്ട്. ശങ്കറിന്റെ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. ശങ്കർ പറഞ്ഞു, അമ്മേനെ ഒരു പോലീസുകാരും വന്ന് കൊണ്ടാനൊന്നും പോകുന്നില്ല, ഈ ശങ്കറല്ലേ പറയണേന്ന് ചോദിക്കണം. ഇല്ല മോനെ, എനിക്കറിയാം
നിന്നെ ഗൗരിക്ക് അത്രയ്ക്ക് പകയുണ്ട് എന്നോടെന്ന് പറയണം. ഈ സമയത്താണ് ഗൗരി താഴേന്ന് മുകളിലേക്ക് ഇറങ്ങി വരുന്നത്. ഗൗരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹാദേവൻ ഓടിച്ചിട്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, ഈ കുടുംബം കുട്ടിച്ചാറാക്കി കഴിഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. നാളെ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ ഈ കുറച്ച് വിഷം വാങ്ങിച്ച് ഒരുമിച്ച് കുടിച്ചങ്ങോട്ട് ആത്മഹത്യ ചെയ്യാം. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നേക്കാളും നല്ല അതായിരിക്കും. അവൾക്ക് ഒരു കുലുക്കം ഉണ്ടോ നിൽക്ക്, ഒരു കൂസലില്ല വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഞാനാ തെറ്റ് ചെയ്തേ, നിന്നെ ഒരു കാരണവശാലും ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ കുട്ടിശങ്കര സങ്കടം കണ്ടാ ഞാനതൊക്കെ ചെയ്ത്. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഇവിടെ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു മംഗളകാര്യങ്ങളും നടക്കത്തുമില്ല, ഇനിയിപ്പോൾ ഒന്നും നടക്കാനും പോകുന്നില്ല. നിന്നെപ്പോഴൊരു ദുഷ്ടയായിരിക്കും ഇനി ഈ കുടുംബത്തിലുണ്ടാകാൻ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ചീത്തമാണ് ഗൗരീനെ. ഗൗരിക്ക് സഹിക്കാൻ പറ്റിയില്ല. ശങ്കർ ഇതൊക്കെ കേട്ട് ശങ്കർ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഗൗരിക്ക് മനസ്സിലായി ഇനി ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ആകെപ്പാടുണ്ടാകുന്ന ശങ്കറിന്റെ മനസ്സും അങ്ങനെ മാറി തുടങ്ങിയെന്ന് ഗൗരി തിരിച്ചറിയണം. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.